സൂര്യപ്രകാശം പോലും എത്താത്ത ആ അഗാധതയിലേക്ക് ഇതുവരെ മനുഷ്യരിറങ്ങിയത് വെറും 2 തവണ മാത്രം. അതെ, ചന്ദ്രനിലും കൂടുതൽ തവണ നാം നടന്നു. പക്ഷേ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴമേറിയ പോയിന്റിലേക്ക് 11 കിലോമീറ്റർ താഴേക്ക് അവിടെ എന്തുണ്ടെന്ന് നമുക്കറിയില്ല. എന്നാൽ അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങൾ, ഹൈഡ്രോഫോണുകളിൽ പതിയുന്ന ആ സിഗ്നലുകൾ, അവ ശാസ്ത്രജ്ഞരുടെ രോമം കുത്തനെ നിർത്തിയിട്ടുണ്ട്. കാരണം ആ ശബ്ദങ്ങൾക്ക് യാതൊരുവിധ ഭൗമിക വിശദീകരണവും നിലവിലില്ല. മറിയാന ട്രെഞ്ച്, ചലഞ്ചർ ഡീപ്പ്, 11,034 മീറ്റർ. ആ ഡിപ്രഷന് മുകളിൽ വെച്ചാൽ മൗണ്ട് എവറസ്റ്റ് പോലും മുങ്ങിപ്പോവും. ഇവിടെ സമ്മർദ്ദം ഒരു ചെറിയ കാറിന്റെ മുകളിൽ 50 ജംബോ ജെറ്റുകൾ അടുക്കി വെച്ചതിന് തുല്യമാണ്. ഇവിടെ മനുഷ്യൻ എത്തുമ്പോൾ അവന്റെ അസ്ഥികൾ പൊട്ടാതെ ഇരിക്കാൻ അവനൊരു ലോഹഗോളത്തിനുള്ളിൽ ഒതുങ്ങണം. ജെയിംസ് കാമറൂണും ട്രൈസ്റ്റേയും മാത്രമാണ് ഈ യാത്ര വിജയകരമായി നടത്തിയത്. പക്ഷേ അവർ കണ്ടതും കേട്ടതും അതാണ് ഇന്നത്തെ കഥ. 1960-ൽ വോൾഷും പിക്കാർഡും താഴേക്കിറങ്ങുമ്പോൾ അവരുടെ ഒരു പ്രധാന ലക്ഷ്യം ജീവന്റെ സാധ്യത പരിശോധിക്കുക എന്നതായിരുന്നു. 20,000 അടി താഴ്ചയിൽ അവരൊരു കാഴ്ച കണ്ടു. കയ്യിൽ നിന്ന് പോയ ബലൂണുകളെപ്പോലെ വെളുത്തതും മിനുസവുമുള്ള ഒരു കടൽ അനിമോണിനെ കണ്ടു. ശാസ്ത്രം സന്തോഷിച്ചു, ജീവനുണ്ട്. പക്ഷേ അവർക്ക് തോന്നിയത് അതൊരു ജീവിയല്ല എന്നായിരുന്നു. അത് ചലിക്കുകയായിരുന്നോ എന്നവർക്കുറപ്പില്ല. പെട്ടെന്ന് അവരുടെ സോണാർ വല്ലാത്തൊരു താളം പിടിക്കാൻ തുടങ്ങി. ഇതൊരു മെക്കാനിക്കൽ ശബ്ദമല്ല, ആവർത്തനമുണ്ട്. പക്ഷേ അറിയപ്പെടുന്ന ഒരു മൃഗത്തിൻ്റേതുമല്ല. ഈ ശബ്ദം പിന്നീട് ദ ബ്ലൂപ്പ് എന്ന പേരിൽ പ്രസിദ്ധമായി. 1997-ൽ NOAA റെക്കോർഡ് ചെയ്ത ഈ ശബ്ദം ഇത്രയും ഉച്ചത്തിലായിരുന്നു, അത് ദക്ഷിണാമേരിക്ക മുതൽ ആഫ്രിക്ക വരെ കേട്ടു. ഞാൻ പറഞ്ഞ ദ ബ്ലൂപ്പിനെ ശാസ്ത്രജ്ഞർ പിന്നീട് ഐസ് ക്വേക്ക് എന്ന് വിളിച്ചു. പക്ഷേ അവരത് പറയുമ്പോൾ ആത്മവിശ്വാസം അവരുടെ ശബ്ദത്തിലില്ല. എന്തുകൊണ്ട്? കാരണം 1997-ന് ശേഷം മറ്റൊരു ശബ്ദം വന്നു. ദ സ്ലോ ഡൗൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിഗ്നൽ ഒരു ജെറ്റ് എഞ്ചിന്റെ ശബ്ദം പോലെ ആരംഭിച്ച് പതിയെ പതിയെ ഒരു ലോ ഫ്രീക്വൻസി ഹമ്മായി മാറുന്നു. ഇതിനർത്ഥം അത് ഉൽപ്പാദിപ്പിച്ച വസ്തു ചലിക്കുന്നു എന്നാണ്. ഒരു ബൃഹദാകാരമുള്ള എന്തോ ഒന്ന്. നമ്മുടെ വിദഗ്ധർ പറയുന്നു ഇറ്റ്സ് പ്രോബബ്ലി എ ജയന്റ് സ്ക്വിഡ്. പക്ഷേ 2018-ൽ ജപ്പാന് സമീപം ചത്ത് കരക്കടിഞ്ഞ ഒരു ദൈത്യ കണവയ്ക്ക് 14 അടി നീളമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സോണാറിൽ കാണുന്നത് ഏകദേശം 200 മുതൽ 300 അടി വരെ നീളമുള്ള ഒരു വിചിത്രമായ സിഗ്നേച്ചറാണ്. താൽക്കാലികമായി കണ്ണുകളടയ്ക്കൂ. ട്രെഞ്ചിൽ നിന്ന് കിട്ടിയ ഒരു മീൻപല്ല് വിചാരിക്കൂ. അത് 10 ലക്ഷം വർഷം പഴക്കമുള്ളതാണ്. അതൊരു മെഗലോഡോണിൻ്റേതാണ്. ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക. മെഗലോഡോൺ 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആ മീൻപല്ലിൽ ഫോസിലാകാത്ത പോറലുകളുണ്ടായിരുന്നു. അതായത് അത് പുതിയതാണ്. ചോദ്യം, ആ പല്ലിന്റെ ഉടയവൻ ഇപ്പോഴും ആ ഇരുട്ടിൽ നീന്തുന്നുണ്ടോ? 2012 ജെയിംസ് കാമറൂണിന്റെ ഡീപ് സീ ചാലഞ്ചർ എന്ന പര്യവേക്ഷണം, ഇത് ലോകം ആഘോഷിച്ച വിജയമാണ്. എന്നാൽ ഈ പര്യവേക്ഷണത്തിന് മുൻപ് 1968-ൽ അമേരിക്കൻ ആണവ അന്തർവാഹിനി USS സ്കോർപിയൻ മറിയാന ട്രഞ്ചിനടുത്ത് വെച്ച് മുങ്ങി. അതിന്റെ തകർന്ന അവശിഷ്ടങ്ങൾ 3 കിലോമീറ്റർ ആഴത്തിൽ കണ്ടെത്തി. ഒഫീഷ്യൽ റിപ്പോർട്ട് സ്ട്രക്ചറൽ ഫെയിലിയർ. പക്ഷേ 2000-ങ്ങളിൽ ഒരു റഷ്യൻ ഓഷ്യാനോളജിസ്റ്റ് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി, സ്കോർപിയൻ ഒന്നിനെയും പിന്തുടരുകയായിരുന്നില്ല, അത് എന്തിനോടോ ഏറ്റുമുട്ടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അവകാശവാദം, സ്കോർപിയന്റെ സോണാറിൽ ഒരു നോൺ ഹ്യൂമൻ ഇന്റലിജന്റ് മൂവിംഗ് ഓബ്ജക്റ്റ് പതിഞ്ഞിരുന്നു. അത് വളരെ വേഗത്തിൽ വളഞ്ഞു നീങ്ങി. ആകസ്മികമായുള്ള അവസാന സന്ദേശത്തിൽ ക്യാപ്റ്റൻ പറഞ്ഞത്, "We are taking on water. Something touched us." സ്കോർപിയന്റെ കാര്യം വിചാരിക്കൂ. ഇത് യുദ്ധക്കപ്പലാണ്, ആണവായുധങ്ങളുണ്ട്. അതിനെ ടച്ച് ചെയ്യാൻ ആർക്കാണ് കഴിയുക? അവിടെ 11,000 മീറ്റർ താഴ്ചയിലല്ല, 3,000 മീറ്റർ താഴ്ചയിൽ വെച്ചാണ് ഈ ദുരന്തം നടന്നത്. ഇത് കേൾക്കാൻ ഭയപ്പെടുത്തുന്നതാണെങ്കിലും ഏറ്റവും ഉന്മേഷമുള്ള ഭാഗത്തിലേക്ക് വരുന്നു. മറിയാന ട്രഞ്ചിന് ഒരു ജലാശയമുണ്ട്. അതിനെ ദ ഡീപ്പ്, ചാലഞ്ചർ ഡീപ്പ് എന്ന് വിളിക്കുന്നു. പക്ഷേ 2019-ൽ വിക്ടർ വെസ്കോവോ എന്ന സാഹസികൻ താഴേക്കിറങ്ങി. അവിടെ അദ്ദേഹം കണ്ടത് ഒരു പ്ലാസ്റ്റിക് ബാഗും ഒരു ബിയർ ബോട്ടിലുമായിരുന്നു.
പക്ഷെ ഞാൻ പറയുന്ന നിഗൂഢത അതല്ല. അവിടെ തറയിൽ ഒരു ഹോൾ പോലെ ഒരു ദ്വാരം. ആ ദ്വാരത്തിൽ നിന്ന് ചൂടുള്ള ദ്രാവകം പുറത്തേക്ക് വരുന്നു. ഇത് ഹൈഡ്രോതേർമൽ വെൻസ് എന്ന അഗ്നിപർവ്വത ജ്വാലയാണ്. ഇവിടെ കെമിക്കൽ സൂപ്പുണ്ട്. ഏകകോശ ജീവികൾക്ക് ഇത് ഭക്ഷണമാണ്. എന്നാൽ 2022 ഒരു പഠനം, ചാലഞ്ചർ ഡീപ്പിൽ വെച്ച് അവർ സംവേദനക്ഷമമായ ഹൈഡ്രോഫോണുകൾ വിന്യസിച്ചു. ആ റെക്കോർഡിംഗിൽ 3 മണിക്കൂർ ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റാലിക് സ്ക്രൈപ്പിംഗ് ശബ്ദം പിടിച്ചെടുത്തു. ഇതൊരു ജീവിയുടേതല്ല, കാരണം ആ ശബ്ദത്തിനൊരു പാറ്റേൺ ഉണ്ട്, മോഴ്സ് കോഡ് പോലെ. നോവ പറഞ്ഞു, പ്രോബബ്ലി എ ഷിപ്പ് പ്രൊപ്പല്ലർ. പക്ഷേ 11 കിലോമീറ്റർ താഴ്ചയിൽ ഒരു കപ്പലിന്റെ പ്രൊപ്പല്ലർ? അസംഭവ്യം. അപ്പോൾ ആ മെറ്റാലിക് സ്ക്രീപ്പിംഗ് സൃഷ്ടിക്കുന്നത് ആര്? ഞാനിത് നിങ്ങളോട് പറയുന്നത് ഒരു സിദ്ധാന്തമായിട്ടാണ്. അതിനെ ഷാഡോ ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഭൂമിയിലെ 99% ജന്തുക്കളും DNA അധിഷ്ഠിതമാണ്. എന്നാൽ ആ അഗാധതയിൽ സമ്മർദ്ദവും രാസഘടനയും വ്യത്യസ്തമായതിനാൽ ആർസനിക് ബേസ്ഡ് ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഈ ജീവികൾക്ക് നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമാകാം. അവ ചലിക്കുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡിനെ ബാധിക്കുന്നു. 2020 ട്രെഞ്ചിന് മുകളിൽ ഉപഗ്രഹങ്ങൾ ഒരു മാഗ്നറ്റിക് അനോമലി കണ്ടെത്തി. ഭൂമിയുടെ ഉള്ളിലെ കാമ്പ് കറങ്ങുന്നതല്ല ആ അനോമലിക്ക് കാരണം. അത് മുകളിൽ നിന്ന്, കടലിനടിയിൽ നിന്ന് വരുന്നതാണ്. ഇത്രയും ആഴത്തിൽ മനുഷ്യൻ ഇറങ്ങിയത് വെറും 2 തവണ. 12 പേരാണ് ചന്ദ്രനിൽ നടന്നത്. 450 പേർ ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. എങ്കിൽ ഈ ഗ്രഹത്തിന്റെ 80% സമുദ്രവും അതിന്റെ 95% ആഴങ്ങളും ഇപ്പോഴും മാപ്പ് ചെയ്യപ്പെടാതെ കിടക്കുന്നു. നിങ്ങളുടെ കിടപ്പുമുറിയിൽ വെളിച്ചമണച്ചിട്ട് കിടക്കുമ്പോൾ നിങ്ങളുടെ കാൽവിരലുകൾ മറയ്ക്കാതെ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ അതാരെങ്കിലും താഴെ നിന്ന് തൊട്ടു എന്ന് തോന്നാറുണ്ടോ? ഒരുപക്ഷെ അത് തിരിച്ചറിവ് മാത്രമായിരിക്കാം. അല്ലെങ്കിൽ മറിയാന ട്രെഞ്ചിൽ നിന്നുള്ള ഒരു മെറ്റാലിക് സ്ക്രീപ്പിംഗ് ശബ്ദം നിങ്ങളുടെ തലയ്ക്ക് താഴെ ഭൂമിയുടെ മറുവശത്ത് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടാകും.